അബ്ബാസിയ ഭരണകാലത്ത് സുബൈദ എന്നു പേരുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കുന്ന വിഷയത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. ആ വഴിക്ക് സഞ്ചരിക്കുന്ന രണ്ട് ചെറുപ്പക്കാര് ഇവളുടെ സാമ്പത്തിക വളർച്ചയും ഉദാരതയും കേട്ടുകൊണ്ട് അത്ഭുതവാന്മാരായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരുത്തൻ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, നിന്റെ ഖജനാവ് എത്ര വലുതാണ്, അതിൽ നിന്ന് എനിക്കും കുറച്ച് തരുമോയെന്ന് ചോദിച്ചു. എന്നാൽ രണ്ടാമത്തെ ആൾ പ്രാർത്ഥിച്ചത്, റബ്ബേ, ഉമ്മു ജാഫറിൻ്റെ ഉമ്മയാണ് സുബൈദ. ഉമ്മു ജാഫർ എന്ന സുബൈദാക്ക് നീ എത്ര സമ്പത്താണ് കൊടുത്തത്, അതിൽ നിന്ന് എനിക്കും കുറച്ച് തന്നൂടേൻ. ചോദ്യകർത്താവിൻ്റെ ഉദ്ദേശം സുബൈദയുടെ സമ്പത്തിൽ നിന്നും എന്തെങ്കിലും തനിക്ക് കിട്ടുക എന്നതാണ്. എന്തായാലും ഇവരുടെ പ്രാർത്ഥന ആ നാട്ടിലെ രാജ്ഞി അറിയാണ്. രാജ്ഞി 10 ദിവസം തുടർച്ചയായിട്ട് 2 ദിർഹം വീതം ഇവർക്ക് 2 പേർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കും. പക്ഷേ ഇവരിലേക്ക് എത്തുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഒന്നാമത് ചോദിച്ചവന് അള്ളാഹുവിൻ്റെ ഫضലിൽ നിന്നും തേടിയ ആൾക്ക് ഈ രാജ്ഞി നേരിട്ട് തൻ്റെ ദൂതൻ മുഖേന എത്തിച്ചു കൊടുക്കുന്നു. എന്നാൽ രണ്ടാമത് സുബൈദയുടെ സമ്പത്തിൽ നിന്നും ആഗ്രഹിച്ചവൻക്ക് കൊടുത്തത് ഷവായക്കകത്ത് 10 ദീനാർ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു അയക്കാറ്. ഈ രണ്ടാമത്തവൻ ഇത് കിട്ടിയ ഉടനെ പണത്തിന് വേണ്ടിയിട്ട് തൻ്റെ തൊട്ടടുത്തുള്ള സുഹൃത്തായ ഒരുത്തന് അത് വിൽക്കും. ആ സുഹൃത്ത് 2 ദിർഹം ഇയാൾക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ 10 ദിവസം പൂർത്തിയായപ്പോൾ രാജ്ഞി കൊട്ടാരത്തിൽ നിന്നും ഈ 2 പേരെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. ആദ്യം തന്നെ രണ്ടാമത്തെ ആളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അമ അഗ്നാക ഫളന, നമ്മുടെ ഔദാര്യം എനിക്ക് കിട്ടിയില്ല എന്ന് ചോദിക്കാണ്. 10 ദീനാറ് ഞാൻ അയച്ചിരുന്നല്ലോ. ഇയാൾ അത്ഭുതത്തോട് ചോദിക്കാണ്, 10 ദീനാറോ, അതെനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോഴാണ് തനിക്ക് പറ്റിയ അമളി ഇയാൾക്ക് വ്യക്തമായത്. തൻ്റെ വിഡ്ഢിത്തം ബോധ്യമായപ്പോൾ ഈ രാജ്ഞി പറഞ്ഞു കൊടുക്കാണ്, എല്ലാത്തിനേക്കാളും മുന്തിക്കേണ്ടത് ജനങ്ങളുടെ സമ്പത്ത് കിട്ടുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ ഫളിനെയാണ് നീ ആഗ്രഹിക്കേണ്ടതെന്ന് പറയാണ്. ഈ കഥയിലെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ ഫളിൽ നിന്ന് ചോദിച്ചവനും സുബൈദയുടെ ഔദാര്യത്തിൽ നിന്നും ആഗ്രഹിച്ചവൻക്കും കിട്ടിയത് 2 ദിർഹമാണ്. അപ്പോൾ ഈ കഥയിൽ നിന്നുമുള്ള ഗുണപാഠം എന്താണ്?